ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ പീരിയഡ്സിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് ഇപ്പം കറൻറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ കാർമസിയുടെ മെൻസ്ട്രൽ കപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്കൊരു 20 വയസ്സ് ഉള്ള ടൈമിലാണ് 20 വയസ്സുള്ള ടൈമിലാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഇൻസേർട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തിരിച്ച് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര പെയിനാണ്. എനിക്ക് ഭയങ്കര പെയിനാണ്. പക്ഷെ എന്നാലും നമ്മൾ പാഡിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല രീതി യൂസിങ് ആവുന്ന ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പാഡിൻ്റെ ഒരു റാഷസിൻ്റെ ഇതും കൊണ്ടും ആണ് ഞാൻ കൂടുതലും മെൻസ്ട്രൽ കപ്പിലായിട്ട് സ്വിച്ച് ചെയ്തത്. ഞാൻ പാഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ എടുക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഫസ്റ്റ് എനിക്ക് ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം 20 ദിവസമില്ല എൻ്റെ ഇപ്പം പ്രസൻ്റ്ലി എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പീരിയഡ്സ് ആയി തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞതിന് ശേഷം, ഡെലിവറി കഴിഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തു. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ബേസിൽ ഇങ്ങനെ ശുചിത്വ സെറ്റപ്പിൽ ഒരു എല്ലാ ഇതിലും കുട്ടികൾക്കെന്നല്ല എല്ലാ പീരിയഡ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ സൈസ് അനുസരിച്ച് എനിക്ക് മീഡിയമല്ല, ഫസ്റ്റ് സ്മോളാണ് വന്നിരുന്നത്. അപ്പം മാരീഡ് എങ്കിലും എനിക്ക് ശരീരത്തിൻ്റെ എന്ത് ബേസ് വെച്ച് എനിക്ക് സ്മോളാണ് വന്നത്. സ്മോൾ യൂസ് ചെയ്തപ്പം എനിക്ക് ലീക്കിങ് ഉണ്ടായിരുന്നു. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ലീക്കിങ് ആയിരുന്നു. പിന്നെ മാത്രമല്ല അവർ തരുന്ന ഒരു സാധനം വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള എന്തോ ഒരു സൈസ് ഇതാണ് കപ്പാണ്. അപ്പം അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണേലും തിരിച്ചെടുക്കുമ്പോഴാണേലും ഭയങ്കര പെയിനാണ്, ഒരു രക്ഷയില്ലാത്ത പെയിനാണ്. അപ്പം എനിക്കത് യൂസ് ചെയ്തിട്ട് സെറ്റായില്ല. അപ്പം ഞാൻ ഇത് വെച്ചു. പക്ഷേ എനിക്ക് സെറ്റ് ആകത്തുള്ളൂ. പിന്നെയും പാഡിന് യൂസ് ചെയ്തു. പിന്നെ ആകുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് നോക്കും. പിന്നെയും ഇതാകുമ്പോഴത്തേക്കും പിന്നെയും ഞാൻ പറഞ്ഞ പാഡ് തന്നെ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നി സൈസിൻ്റെ ഇഷ്യൂ കാരണം വെച്ചാൽ മാരീഡ് ആണല്ലോ, അതുകൊണ്ട് സൈസിൻ്റെ ഇഷ്യൂ കാരണമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ സ്മോളിൽ നിന്ന് നേരെ മീഡിയം മേടിച്ചു. അവിടുന്ന് തന്നെ തന്നാണ് മീഡിയം മേടിച്ചു പറയുന്നത്. അപ്പോൾ സൈസിൻ്റെ ഇഷ്യൂ പറഞ്ഞുകൊണ്ടാണ് മീഡിയം എനിക്ക് തന്നത്. മീഡിയം യൂസ് ചെയ്തിട്ട് എനിക്ക് ലീക്കേജ് ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ യൂസ് ചെയ്യുമ്പോൾ പാഡും കൂടെ വെക്കാൻ തുടങ്ങി. അതായത് കപ്പ് യൂസ് ചെയ്യും പ്ലസ് പാഡും കൂടെ യൂസ് ചെയ്യും. ഞാൻ പിന്നെ അവസാനം ഇപ്പം എനിക്കിങ്ങനെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പം ഇങ്ങനെ സൗണ്ടൊന്നും കേൾക്കാറില്ല. അതെനിക്കിപ്പോഴും കേൾക്കാറില്ല. പക്ഷേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര കട്ടി ആയിട്ടുള്ളൊരു എന്തായതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഊരാൻ വേണ്ടിയിട്ടാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. അവസാനം ഞാൻ പിന്നെ എനിക്ക് തോന്നി കപ്പിൻ്റെ എന്തെങ്കിലും അതിൻ്റെ മെറ്റീരിയലിൻ്റെ വിഷയമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് നമുക്ക് മാറ്റിയിട്ട് ഒരു ബ്രാൻഡ് നോക്കിയിട്ട് അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഇതിപ്പം മാനുഫാക്ചർ ചെയ്ത് അവർ ഒരു കോമൺ ആയിട്ട് എന്ത് ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു ബ്രാൻഡ് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് കാർമസി എന്ന് പറയുന്നത്. അത്യാവശ്യം ഈ മെൻസ്ട്രൽ മെയിൽ പോകുന്ന എന്തെങ്കിലും ഈ കാർമസിയുടെ എല്ലാം അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അപ്പം ഞാൻ കാർമസിയുടെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അത് ഇതിലാണ് വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമുക്കൊരു ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊരു പൗച്ച് ഇങ്ങനെ ഉണ്ടാവും.
ഈ പൗച്ച് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള എന്തിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിങ്ങനെയുള്ള ഈ പൗച്ച്, ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എന്തായിരിക്കും. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മുടെ ഇത് മെൻസ്ട്രുവൽ കപ്പ് ഉണ്ടാകും. ഇത് സിലിക്കൺ മെറ്റീരിയൽ, നല്ല നല്ല തിന്നായിട്ടുള്ള മറ്റേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത്തരം മെറ്റീരിയൽ അല്ല. കാരണം വെച്ചാൽ ഇത് അത്യാവശ്യം നമുക്കിങ്ങനെ നമുക്ക് അത്യാവശ്യം ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം വെച്ചാൽ നല്ലൊരു മെറ്റീരിയലാണ്, അത്യാവശ്യം നല്ല യൂസ് ചെയ്യാൻ, അത്യാവശ്യം നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് കാർമേസിയുടെ. ഇതെനിക്ക് നല്ല എന്തിൽ വർക്ക് ചെയ്തു. ഇതെന്ന് വെച്ചാൽ എനിക്ക് ലീക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ വർക്കായി, ഒരു ലീക്കിങ് ഉണ്ടായില്ല. എൻ്റെ സൈസ് ഞാൻ വന്നിട്ട് മീഡിയം എടുത്തിരിക്കുന്നത്, ഞാൻ മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനകത്തും യൂട്യൂബ് തുറന്നാൽ തന്നെ നമ്മളൊരു ഇതിൻ്റെ അടിച്ചാൽ തന്നെ കാണാവുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, എൻ്റെ ഒരു എന്ത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ എനിക്ക് വേറെ ഇതൊന്നുമില്ല, നമ്മളിത് മാത്രമായിട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഒരു പാത്രം ജസ്റ്റ് എടുത്ത് വെച്ചേക്കുക. ഇതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുക. ജസ്റ്റ് സ്റ്റൗ കത്തിക്കുക, അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് നല്ലപോലെ തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ് ഇട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എടുത്ത് അത് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിയുമ്പോഴത്തേക്കും യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഫസ്റ്റ് മെത്തേഡ് വന്നിട്ട് സീ ഫോൾഡ് ഇത് ജസ്റ്റ് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് വീഡിയോസിലൊക്കെ നമ്മൾ സൗണ്ട് എനിക്ക് കേൾക്കാറൊന്നുമില്ല, പക്ഷേ കറക്റ്റായിട്ട് അത് കറക്റ്റ് എന്തിലിരിക്കാറുണ്ട്. എനിക്കൊരു 8-9 മണിക്കൂർ ശേഷം എടുത്താൽ മതിയാവും. പിന്നെ സെക്കൻഡ് പഞ്ചിട്ടാവും. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പം ഞാൻ കൂടുതലും സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പഞ്ച് ഡൗൺ മെത്തേഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് ഇച്ചും കൂടെ ഇതായിട്ടുള്ളത്. മറ്റേതാകുമ്പോൾ ഇച്ചും കൂടെ വികസിക്കുമല്ല, ചെറുത് ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് ഇച്ചിരി കൂടെ വികസനമുണ്ട്. ഇതാകുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഡൗൺ ചെയ്യുമ്പോൾ അത്രയും കൂർത്തിരിക്കുന്നതുകൊണ്ട്, അതായത് അത്രയും വണ്ണം വെക്കത്തില്ലല്ലോ, ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ സ്വീറ്റായിട്ട് തോന്നിയിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഇത് നമ്മുടെ യൂസിങ് കഴിയുമ്പോഴത്തേക്കും എല്ലാം യൂസിങ് കഴിയുമ്പോൾ ഒന്നും കൂടെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു കോട്ടണിൽ തുടച്ചതിന് ശേഷം ഇതിനകത്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചേക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ 2 മാസം യൂസിന് ശേഷമുള്ളൊരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല യൂസിങ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം നമുക്കൊരു ജോലിക്ക് പോകുന്നൊരു ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ രാവിലെ ഓവർഫ്ലോയിലുള്ളതാണെങ്കിൽ ജസ്റ്റ് ഇത് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷാനുള്ളവർക്ക് രാവിലോട്ട് വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. എനിക്ക് ഓവർഫ്ലോ ഇല്ല, എനിക്ക് വലിയ നമ്മുടെ നോർമൽ ഉണ്ടാവുള്ളൂ. എനിക്ക് അത്യാവശ്യം 8 മണിക്കൂറോളം ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും പേടിയുള്ള ആൾക്കാർ കാണും, എന്നാലും പറയുവാണ്. ഞാൻ ഈ പേടിയുള്ള കൂടുതലായിരുന്നു. എന്നാലും ഇച്ചിരി കൂടെ നമ്മളെ പീരിയഡ്സ് നമുക്ക് ഈ പീരിയഡ് ക്രൈംസ് ഒന്നും ഉണ്ടാകില്ല കേട്ടോ. നല്ല ഈ പെയിനൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതി കുറച്ച് തരും. കാരണം വെച്ചാൽ നമുക്ക് ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം പെയിനൊക്കെ നല്ല രീതി കുറയും കേട്ടോ. എനിക്ക് പേഴ്സണലി എൻ്റെ ഉള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നല്ല പോലെ പെയിൻ കുറവുണ്ടാകും. കാരണം വെച്ചാൽ നോർമൽ ഉണ്ടാകുന്നതിനെക്കാട്ടും പെയിൻ ഒത്തിരി കുറവുണ്ടാകും. എൻ്റെ പേഴ്സണൽ യൂസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ ലേഡീസും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ പീരിയഡ്സ് എപ്പോഴും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പീരിയഡ്സ് ആയിക്കോട്ടെ എല്ലാവരുടെയും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു രീതിയിൽ മെൻസ്ട്രുവൽ കപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്നവർ യൂസ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പേടിയുള്ള ആൾക്കാരോ
ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, യൂസ്ഫുള്ളായിരിക്കും. അപ്പം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഗാർണിയസി. ഇഷ്ടമുള്ളവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. എന്നാലും ഞാൻ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ.